അല്ല, കൊല്ലം നഗരത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഈ കുടിവെള്ള രംഗത്ത് കുടിവെള്ളം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കുടിവെള്ളം 1 മണിക്കൂർ പോലും നമ്മുടെ നഗരത്തിൽ പലപ്പോഴും പല പ്രദേശങ്ങളിലും കിട്ടാറില്ല. അതിന് അടിയന്തര പ്രാധാന്യം കൊടുക്കണം. ശുദ്ധജല വിതരണ രംഗത്ത് വലിയ സമൂലമായ മാറ്റം വരുത്തണം. അതുപോലെ തന്നെയാണ് തെരുവിളക്ക് പരിപാലന രംഗത്തുണ്ടായ തികഞ്ഞ പരാജയം. ഒരു സ്ലോട്ടർ ഹൗസ് ഇല്ലാതായിട്ട് 7 വർഷക്കാലം കഴിഞ്ഞിരിക്കുന്നു. ഒരു കൊല്ലം കോർപ്പറേഷൻ്റെ പദവിയുള്ള അല്ലെങ്കിൽ ഒരു കൊച്ചു പഞ്ചായത്തിൽ പോലും ഇന്ന് ലഭ്യമായ ഒരു സ്ലോട്ടർ ഹൗസ് ഇന്ന് കൊല്ലം നഗരത്തിലില്ല. അതുപോലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട പാർക്കുകളും MG പാർക്ക് എന്നൊക്കെ പറയുന്നതിൽ കേരളത്തിൽ ആകെ അറിയപ്പെടുന്നതാണ്. കൊല്ലം കുശലാമൂടിലെ ബീച്ചോട് ചേർന്നുള്ള MG പാർക്ക് അടച്ചുപൂട്ടിയിട്ട് മാസങ്ങൾ കഴിയുന്നു. അതുപോലെ തന്നെയാണ് ലാൽ ബഹദൂർ സ്റ്റേഡിയം. അത് തെരുവിളക്ക് പരിപാലനം, എല്ലാ വിഷയങ്ങളും തകർന്നടിഞ്ഞൊരു ഭരണ സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ കടന്നു കയറുന്നത്. തീർച്ചയായും സമൂലമായ മാറ്റം കൊല്ലം നഗരത്തിനുണ്ടാക്കി അത് കാണത്തക്ക വിധത്തിലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിക്കുന്നത് ഒരു ഭരണമാറ്റമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇത്ര അധികം പിന്തുണ നൽകിയതെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു. താങ്കൾക്ക് ഞങ്ങൾ എല്ലാ പിൻബലവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കൊല്ലം കോർപ്പറേഷൻ കേരളത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു കോർപ്പറേഷനായി മാറട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസകൾ. തീർച്ചയായിട്ടും എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ അന്നു മുതൽ ഈ 24 ന്യൂസിൽ 24ൻ്റെ മുഴുവൻ പ്രവർത്തകരും സഹപ്രവർത്തകരും എന്നോട് വളരെയേറെ സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ 24 ന്യൂസിനോട് നല്ല ഒരു കടപ്പാട് എനിക്കുണ്ടാവും. ഓക്കെ, താങ്ക് യു. കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ UDF മേയർ LDFിൻ്റെ കുത്തക അവസാനിപ്പിച്ച് അധികാരത്തിൽ വരാൻ പോകുന്ന മേയർ കുടുംബാംഗങ്ങൾക്കൊപ്പം നമുക്കൊപ്പം ചേരുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.